ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ്. ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു വ്ളോഗായിട്ടാണ്. ഇന്നത്തെ വ്ളോഗിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതലായിട്ടും വീക്കെൻഡിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു, അങ്കിളുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോക്കൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു. സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ ശനിയാഴ്ച രാവിലെയാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് സ്കൈ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. പിന്നെ ഞാൻ പറയാറില്ലേ രാവിലെ ഒരു ഗ്രീൻ ടീ കുടിക്കാറുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഗ്രീൻ ടീ ജസ്റ്റ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇന്ന് കുറച്ചധികം ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ലഞ്ചിനുള്ള കറികളും കൂടെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ആക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉച്ചയ്ക്ക് ഇന്ന് ചിക്കൻ കറി വെക്കാമെന്ന് ഓർത്തിട്ടാണ്. പിന്നെ ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിക്ക് പയറാണ്, അപ്പോൾ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് ഗരം മസാല കഴിഞ്ഞു പോയി. അപ്പോൾ ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പൈസസ് എല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് തണുത്തതിന് ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതാ ചോറൊക്കെ തിളച്ചു. ഞാൻ തെർമോ കുക്കറിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ അതാ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അങ്ങനെ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും പയർ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ജയാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ചപ്പാത്തി കഴിപ്പിച്ച് നോക്കി, പക്ഷെ കഴിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മിക്സിയിൽ ജാറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം നല്ലപോലെ പൊടിച്ചെടുത്ത് ഒരു ജാറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഗരം മസാല ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. പിന്നെ നോക്കുമ്പോഴാണ് കുരുമുളക് പൊടിയും ഏകദേശം കഴിയാനായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുരുമുളകും കൂടെ ഒന്ന് പൊടിച്ച് വെക്കാമെന്ന് ഓർത്തിട്ട് കുരുമുളകും കൂടെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടാണ്. കഴിയാനാവുന്നതിൻ്റെ തൊട്ട് മുൻപെല്ലാം പൊടിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എളുപ്പമല്ലേ. കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ നമ്മൾ വീട്ടിൽ പൊടിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ജയൻ്റെ മുടി വെട്ടാൻ വേണ്ടി സലോണിൽ വന്നതാണ്. ഇന്ന് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ സൗണ്ടില്ലാത്ത ട്രിമ്മർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര ഓക്കെ ആയിരുന്നു. അങ്ങനെ ജയൻ്റെ മുടിയൊക്കെ വെട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ വൈപ്പിൻ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫിഷൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അങ്ങനെ പിന്നെ പാർക്കിൽ പോകാമെന്ന് ഓർത്തതാണ്. പിന്നെ സന്ധ്യ ആയല്ലോ, അപ്പോൾ ഏകദേശം ഒരു 6:30 മണിയാകുമ്പോഴത്തേക്കും പാർക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ കുറച്ച് ഫിഷ് വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വൈപ്പിൻ്റെ സൈഡിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. വൈപ്പിൻ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോകുന്നതിൻ്റെ ഒരുപാട് വ്ളോഗ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതും കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മറ്റുള്ളവർക്കും കൂടെ യൂസ്ഫുള്ളായെന്ന് അറിയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നവരും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് താങ്ക് യു സോ മച്ച്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്കും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ എഫേർട്ട് ഇട്ടിട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ഫിഷ് മാർക്കറ്റിലെത്തി. ഇവിടെ നിന്ന് ഫിഷൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ചേച്ചി ഫ്രഷായിട്ട് ചീരയും പയറൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ നിന്ന് പയറും ചീരയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കൂന്തൾ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കൂന്തളൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുള്ള കൂന്തലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ക്ലീൻ ചെയ്ത കൂന്തലാണ് വാങ്ങിച്ചത്. അങ്ങനെ കൂന്തലൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇവിടെ അടുത്ത് കണ്ടോ ജീവനുള്ള താറാവിനൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ആണ് കണ്ടത് റംബൂട്ടാൻ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റംബൂട്ടാനൊക്കെ വാങ്ങിച്ചു. ഇതിൻ്റെ എല്ലാം ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കണ്ടു നോക്കുക. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് സൺഡേ മോർണിംഗ് ആണ്. അങ്ങനെ ഇന്ന് കോഫി കുടിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ പിന്നെ ഇന്ന് രാവിലെ കോഫിയാണ് അങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. എത്ര പേർക്ക് കോഫി ഇഷ്ടമാണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും പിന്നെ ചിക്കൻ കറിയാണ്. വീക്കെൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാറ്. ഗോതമ്പ് ദോശയ്ക്കാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി പണി കഴിയുമല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അങ്കിളുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ആലുവയിലാണ് അങ്കിളുടെ വീട്, ഉമ്മയുടെ ബ്രദറിൻ്റെ വീട്. അപ്പോൾ ഞാൻ പോണ വഴിക്ക് അധികമൊന്നും വീഡിയോസ് എടുത്തില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഗീ കുക്കീസ് ഭയങ്കര ടേസ്റ്റാണ് ക്വാളിറ്റി ബേക്കറിയിൽ. അപ്പോൾ ഇവിടെ കയറിയപ്പോഴത്തേക്കും ജയൻ ഐസ്ക്രീം ഒക്കെ കണ്ട് ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞിട്ടാ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു നട്ട്സിൻ്റെ കടയുണ്ട്. അവിടെ നിന്ന് കുക്കീസ് പോലത്തെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെഡീൻ്റെ ബിസ്ക്കറ്റാണ്. പിന്നെ ഇങ്ങനെ മിനി കുക്കീസില്ലേ, അതും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതും അങ്ങനെ 2 പാക്കറ്റ് വാങ്ങിച്ച്
പിന്നെ കുറച്ച് അങ്കിളിൻ്റെ വീട്ടിൽ കൊടുക്കാനുള്ള സ്നാക്സൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മളിതാ പോവാണ്. അപ്പോൾ ഈ ഒരു ഏരിയ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നല്ലൊരു സീനറി ഉള്ള ഒരു ഏരിയ ആണ്. അങ്കിളിൻ്റെ വീട്ടിലെത്തി അവിടെ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് പ്ലെയിൻ സ്പോട്ടിങ്ങിൻ്റെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ, വേറെയും ഒരുപാട് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ അങ്കിളിൻ്റെ ഫാമിലി ഉണ്ട് കേട്ടോ. ഇതിന് മുൻപും ഒരു തവണ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല രസമുണ്ട് ഇവിടെ, നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. ഇവിടെ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന വ്യൂ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിനി ഇവിടുന്ന് വേറൊരു വ്യൂ പോയിന്റിലേക്ക് പോവാണ്. അപ്പോൾ ഇതാ ഹസ്ബൻഡ് കാലൊക്കെ തിരിച്ച് നമ്മളിനി വേറൊരു സ്പോട്ടിലേക്ക് പോവാണ് കേട്ടോ. അവിടെയും നല്ല അടിപൊളിയാണെന്നാണ് പറഞ്ഞത്, നമുക്ക് പോയി നോക്കാം. നമ്മളിതാ അങ്ങനെ വേറൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലാൻഡിങ് കാണാൻ വേണ്ടിയിട്ടാണ്, നല്ല ഭംഗി കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ടിലും കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു. നല്ല രസമുള്ള വ്യൂ അല്ലേ, അടിപൊളി. ഇവിടെ ഒരുപാട് താറാവുണ്ട് കേട്ടോ. കുറേ താറാവൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു. അവിടെ സൈഡിൽ തന്നെ ഒരു വീടുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരെല്ലാവരും കൂടി പിന്നെയും വന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ സാൻ അതൊക്കെ കണ്ടിട്ട് താറാവിനെ തൊടണം, വെള്ളത്തിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം കേട്ടോ. കുറേ പറഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ. അപ്പോൾ പിന്നെ ചെളിയാവും കാലിലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഈ താറാവിൻ്റെ കുറേ അധികം താറാവുള്ള വ്യൂ ഒക്കെ ജാന് കാണുമ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു വീട്ടിൽ നിറച്ച് മൈലാഞ്ചി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് പറിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ താറാവായിട്ട് പിന്നെയും വന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായി ഈ ഒരു വ്യൂ കണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജയൻ താറാവിനെ ഇങ്ങോട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒറ്റക്ക് പോകാൻ കുറേ നോക്കിയിട്ട്, അപ്പോൾ വിടാത്ത കാരണം ഞങ്ങൾ രണ്ടുപേരും മാറി മാറി വിളിച്ചുകൊണ്ട് നിൽക്കണ്ട, വെള്ളത്തിലിറങ്ങണം താറാവിനെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അച്ഛൻ ഇതേക്കനെ തോയ്ക്കൂ. बाहर क्या से पीछे जाना है।
അവിടെ നിന്ന് കാണാനും ലാൻഡിങ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചിട്ട് സ്പീഡിൽ അങ്ങോട്ട് പോകും. അവിടെ കുറേ പോയി ടീം നിൽക്കുന്നുണ്ട്. ആ റൂട്ട് അവിടെ ഇതുണ്ട്, ഒരു പോലെ ഉണ്ട്, ഗ്യാപ്പ് പോലെ ഉണ്ട് അവിടെ. ഭയങ്കര ചൂമായിട്ടാണ്. കാറുമാണ്. അയ്യോ, പ്ലെയിനും കാറും. അതെ. ടേക്ക് ഓഫ് ആണോ? അവിടെയാണത്. തന്നെയാണ്. അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് തിരിച്ച് അങ്കിളുടെ വീട്ടിലെത്തി. ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെയുള്ള നൈബേഴ്സ് കൊടുത്തതാണ് അവരുടെ വീട്ടിലുണ്ടായ റംബൂട്ടാൻ കേട്ടോ. നല്ല പുളിയായിരുന്നു. പിന്നെ നമ്മളിവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. മട്ടൻ ബിരിയാണി ആയിരുന്നു. പിന്നെ സയാന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സേമിയ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇനി നേരെ പോകുന്നത് ലുലുവിലേക്കാണ് കേട്ടോ. ഇന്ന് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇനി ഒരു വീക്കിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് പിന്നെ അതാ ലുലുവിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ. അപ്പോൾ പോകുന്ന വഴിക്ക് സയാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ ലുലുവിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വഴിയിൽ കുറച്ചധികം ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം ഇന്ന് കുറച്ചധികം ട്രാഫിക് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു, ലുലുയുടെ അകത്ത് കയറി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇനി ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 7 ആയിട്ടാണ്. അപ്പോൾ ഇനി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ല് അടിച്ച് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് ലേറ്റ് ആവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറെ എവിടെയും കയറിയില്ല. പിന്നെ ഒരു നൈഫ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചില്ല. പിന്നെ എപ്പോഴും വാങ്ങിക്കുന്ന പോലെ ചിക്കൻ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ഒരുപാട് മാരിനേഷനുള്ള ചിക്കൻ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഒലിവ് ഓയിലൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ബോട്ടിൽ ഒലിവ് ഓയിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാസ്ത വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഒരേ ഷേപ്പിലുള്ള പാസ്തയല്ല വാങ്ങിക്കാറ്. അപ്പോൾ ഈ തവണ ഒന്ന് മാറ്റി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഷേപ്പിലുള്ള പാസ്തയാണ് എടുത്തത് ഇത്തവണ. അങ്ങനെ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക്, ഏലക്ക, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സയാൻ അങ്ങനെ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടും ഹസ്ബൻഡും മോനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ വിളിച്ച വേഗം വരെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുറച്ച് നേരം അവരോട് സംസാരിച്ചു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ പുതിയ റെസിപ്പീസോ വ്ളോഗ്സോ ഒക്കെ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.